നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് 12 വർഷമായി. അദ്ദേഹത്തിൻ്റെ ആ 12 വർഷ കാലഘട്ടത്തിൽ കസേര പല പ്രാവശ്യവും കുലുങ്ങി. ഇപ്പോൾ ആ കസേരയുടെ ഒരു കാലൊടിഞ്ഞു. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യത്തെ 2015 ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ റീസെറ്റിൽമെൻറ്റ് അമെൻഡ്മെൻറ്റ് ആക്ട് 2015 അന്നേരം കസേരയ്ക്കൊരു ഇളക്കം സംഭവിച്ചു. അത് 3 പ്രാവശ്യം അത് ഭേദഗതി നടത്തി. അതിനോടനുബന്ധിച്ച് 2018 ഒരു മന്ത്രി MJ അക്ബർ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. 2016 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ ഒരു സമരമുഖം നമ്മൾ കണ്ടു. അതിന് ആ സ്റ്റുഡൻസിനെ അടിച്ചമർത്തി കുറേ കുട്ടികളെ അകത്താക്കി, കുറേ കുട്ടികൾക്ക് പരിക്കേറ്റു. അതും കസേരയൊന്ന് ആടിയ സന്ദർഭം തന്നെയായിരുന്നു. പിന്നെ ഡൽഹിയിലെ കർഷക സമരം 2021 അതിൽ കസേര ആടിയെങ്കിലും ചില കാര്യത്തിൽ നിന്ന് പിന്നോക്കം പോയി. ഫാം ലോസ് വെയർ വിഡ്രോൺ ആഫ്റ്റർ മന്ത്സ് ഓഫ് പ്രൊട്ടസ്റ്റ് ഓഫ് ഫാർമേഴ്സ്. ഡൽഹി നഗരത്തിലോട്ട് കയറാതെ ഡൽഹിയുടെ ബോർഡറിലെ 1 വർഷത്തോളം സമരം, അതോടുകൂടി അത് സറണ്ടർ ചെയ്തു. ഫാം ലോസ് എല്ലാം അവർ പിൻവലിച്ചു. കർഷകരെ സമരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രങ്ങൾ നോക്കി. അതൊന്നും ഏറ്റില്ല. പല കർഷകരും റെയിൽവേ ട്രാക്കിലൊക്കെ കിടന്ന് മരിച്ചു. പക്ഷേ കർഷകരെ ഈ BJPയുടെയും അതുപോലെ തന്നെ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ തന്ത്രങ്ങൾ അറിയാവുന്നതുകൊണ്ട് പഞ്ചാബിലെ ആ കർഷകർ ഡൽഹിയെ ടൗണിലേക്ക് അല്ലെങ്കിൽ ഡൽഹി സിറ്റിക്കകത്ത് പ്രവേശിപ്പിക്കാതെ അവരെല്ലാം ബോർഡറിലാക്കി. അവർ കാളവണ്ടികളിലും അതുപോലെ തന്നെ അവരുടെ ട്രില്ലറുകളിലും കൃഷിക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്ന് കിടന്നു. അത് മാസക്കണക്കിന് ട്രാഫിക് ജാമുണ്ടായി. പലരും 1 വർഷം അവിടെ റോഡിൽ കഞ്ഞി വെച്ച് ജീവിക്കാം, എന്നിട്ട് സമരം നടത്താം എന്ന് കണക്കാക്കി തന്നെയാണ് വന്നത്. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരമാണ്. ലോകത്തിലൊരിടത്ത് ഇതുപോലൊരു കർഷക സമരം കണ്ടിട്ടില്ല. 1 വർഷത്തെ തയ്യാറെടുപ്പിൽ, കാരണം പെട്ടെന്നൊന്നും പരിഹാരം ഉണ്ടാകില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ കർഷക സമരം അവർ പിൻവലിപ്പിച്ചത് ഫാം ലോസിനകത്ത് ചില നിയമങ്ങളൊക്കെ പിൻവലിച്ചു. കർഷകരുടെ പ്രൊട്ടസ്റ്റ് അങ്ങനെ കുറച്ചു. അവർ മടങ്ങിപ്പോയി. പല കർഷകർക്കും ജീവൻ നഷ്ടപ്പെട്ടു, വർഷക്കണക്കിന് റോട്ടിൽ കിടന്നിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട്. അതിനകത്ത് 2019-2020 കാലഘട്ടത്തിൽ അത് സിറ്റിസൺഷിപ്പ് ആക്ടിനകത്ത് BJPയുടെ കസേര അല്പം ഇളകി. ഇന്നും അതിനൊരു പരിഹാരമായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് BJP ഭരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത് BJPക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകാതെ ഇപ്പോൾ നിൽക്കുന്നു. പിന്നെ മറ്റൊരു 12 വർഷമായിട്ടൊരു പരിഹാരമില്ലാതെ മണിപ്പൂർ ഇഷ്യൂ. അവിടെ 99% ക്രിസ്ത്യൻ സമുദായക്കാരാണ്. പക്ഷേ അവർ 2 ജാതിക്കാരാണ്, 2 ട്രൈബ് വിഭാഗക്കാരാണ്. അവിടെ പരസ്പരം കൊന്നു, പരസ്പരം അവിടുത്തെ ആൾക്കാരെയും പോലീസിനെയും ഒക്കെ ആക്രമിച്ചു. വളരെയധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് 12 വർഷം കൊണ്ട് കഴിഞ്ഞില്ല. അത് മണിപ്പൂർ സംഭവം അങ്ങനെയായി. ആസാമിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ പല സ്റ്റേറ്റുകളിലും ഭീകര അവസ്ഥ തന്നെയാണ് ഇന്ത്യയിൽ. അതിനൊരു ശാശ്വത പരിഹാരമൊന്നും കൊണ്ടുവരാനായിട്ട് BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനത്തെ ആ പ്രശ്നത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാനോ ഒരു വഴി കണ്ടെത്താനോ ഒന്നും BJPക്ക് സാധിച്ചില്ല. പതുക്കെ കഴിഞ്ഞ 35-36 ദിവസങ്ങൾക്ക് മുമ്പ് CJPയുടെ ഒരു പ്രൊട്ടസ്റ്റ് പതുക്കെ തുടങ്ങി. അത് അമേരിക്കയിലെ അവിടെ പഠനത്തിന് പോയ ബോംബെക്കാരനായ അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം
അവിടെ പഠിക്കാൻ പോയി. ജേർണലിസമാണ് പഠിച്ചത്. ബോംബെക്കാരനാണ്. ബോംബെയിൽ നിന്ന് പഠിക്കാൻ പോയ ആളാണ്. അതിനുശേഷം അഭിജിത്ത് ദീപ് കെ ഇന്ത്യയിലേക്ക് വരുന്നത് പാറ്റ പാർട്ടിയുമായിട്ടായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അബദ്ധവശാൽ പറഞ്ഞതാണോ അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ട്. എങ്കിലും ഇതുപോലെ ചെറുപ്പക്കാരെ, ജെൻസിയെ അവർക്ക് നേരെ അദ്ദേഹം വിമർശിച്ചു. ആ സന്ദർഭത്തിൽ അവരെ പാറ്റകളോട് ഉപമിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പിൻവലിച്ചു. അത് ജെൻസിയുടെ ഒപ്പം തന്നെയാണ്, ചെറുപ്പക്കാരുടെ ഒപ്പം തന്നെയാണ് സുപ്രീം കോടതി എന്ന് അടുത്ത ദിവസം പറഞ്ഞു. ഏതായാലും അമേരിക്കയിൽ നിന്ന് ആ പാറ്റ പാർട്ടി ഉണ്ടാക്കിയ ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങി. അവിടെ ആ സമയത്ത് ആരും സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ലണ്ടൻ വഴി ഡൽഹിയിലെത്തി. അഭിജിത്ത് ദീപ് കെ 7:30 എയർപോർട്ടിൽ വന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ അവിടെ വെച്ച് ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു. ആ ടെർമിനലിൻ്റെ മുന്നിൽ കൂടെ അദ്ദേഹത്തിനെ ഇറക്കാനായിട്ട് അവർ മടിച്ചു. പുറത്ത് വിമാനത്താവളത്തിൻ്റെ 16 നമ്പർ ഗേറ്റിൽ CJPയുടെ ആനുകൂല്യങ്ങളുണ്ടെന്നറിയാം. എന്തായാലും സമാധാനപരമായ ഒരു സമരത്തിലേക്ക്, ഗാന്ധിയൻ മാർഗത്തിലേക്ക്, ഒരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന് പോലീസിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പോലീസ് അത് വിശ്വസിച്ചു. അതിനുശേഷം അദ്ദേഹം ജന്തർ മന്ദിറിലേക്ക് പതുക്കെ നീങ്ങി. കാരണം നമുക്കറിയാം, ഇന്ത്യയുടെ ചെറുപ്പക്കാരുടെ ആൾക്കൂട്ടം നമുക്ക് ജന്തർ മന്ദിറിൽ കാണാം. അഭിജിത്ത് ദീപ് കെ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപാഠികളും ആ ജന്തർ മന്ദിറിലെ സമരമുഖത്ത് ശാന്തമായ സമരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. 10, 35, 36 അല്ലെങ്കിൽ 38 ദിവസം മുമ്പ് അവിടെ 12 വർഷം BJPയുടെ ഭരണത്തിന് ശേഷം CJPയുടെ പ്രൊട്ടസ്റ്റ് ജന്തർ മന്ദിറിൽ പതുക്കെ തുടങ്ങി. അവിടെ കൂടിയ ജെൻസി ജെൻസിസഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ഇന്ത്യയുടെ യുവത്വം, 16 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് അവിടെ കൂടിയത്. അവർക്ക് ലേറ്റ് ടീനേജുകാരും ഒക്കെ തന്നെയാണ്. ഇന്ത്യയുടെ ശക്തി അത് തന്നെയാണ്. 143.4 കോടി ജനങ്ങളുള്ള ഇന്ത്യയിലെ യുവാക്കളാണ് അവിടെ സമ്മേളിച്ചത്. അത് അത്ര കാര്യമായിട്ട് തുടക്കത്തിൽ BJP എടുത്തിട്ടില്ല. ക്രമേണ ശക്തി പ്രാപിച്ചു. അവരുടെ സമരരീതികൾ ഗാന്ധിയൻ സമരരീതികൾ തന്നെയായിരുന്നു. അക്രമത്തിനൊന്നും തുനിഞ്ഞില്ല. പക്ഷേ BJP ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡൽഹിയിലെ DCPയുടെ നേതൃത്വത്തിലും അവരെ ആക്രമിച്ചു. വളരെയധികം ആൾക്കാർക്ക് പരിക്കേറ്റു. പലരും ഡ്രസ്സ് ചെയ്തു, ആശുപത്രിയിൽ പോയി മരുന്ന് വെച്ച് തിരിച്ച് ജന്തർ മന്ദിറിൽ വന്ന് കിടന്നു. അവരുടെ കയ്യിലും കാലിലുള്ള മുറിവുകൾ സഹിതം വന്ന് സമരം ചെയ്തു. നീറ്റ് പരീക്ഷയിൽ നടന്ന ആ കൊള്ളയും നീറ്റ് പരീക്ഷയിൽ നടന്ന ആ സംഭവമായിട്ട് അതിൻ്റെ അകത്ത് 152 തവണ നീറ്റ് പരീക്ഷയിൽ അതിനകത്ത് ചോർച്ചയുണ്ടായി. ചോദ്യപേപ്പറിൽ ഇപ്പോഴും ഉണ്ടായി. അതിൻ്റെ കാരണക്കാരൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ഡിമാൻഡ് ഉന്നയിച്ചു. ആ നീറ്റ് പരീക്ഷയിൽ തോറ്റ കുട്ടികൾ പലരും ജീവൻ വെടിഞ്ഞു. അവർക്ക് 1 കോടി നഷ്ടപരിഹാരം കൊടുക്കണം. കുട്ടികളുടെ പേര് ധാരാളം കേസുകൾ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തു. അവിടുത്തെ DCP ആയിരുന്നു അതിൻ്റെ കാരണക്കാരൻ. ആജാനുവായ അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിഫോം അണിയാത്ത പോലീസുകാരും BJPയുടെ RSS പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കുട്ടികളെ അടിച്ചൊതുക്കാൻ നോക്കി. കുട്ടികൾ തിരിച്ചടിച്ചില്ല. അവർ അടി കൊണ്ട് നിന്നു. പത്തൽ കൊണ്ട് അടിക്കുന്ന അവർ കയ്യും കെട്ടി നിന്ന് കൊടുത്തു, അടിച്ചോളൂ. ആരും പ്രതികരിച്ചില്ല. പക്ഷേ അതൊന്നും ചിലവാകില്ല എന്ന് മനസ്സിലായി. അതോടുകൂടി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടെ ജനം ഇളകി. ഇൻ്റർനെറ്റ് 2.5 കിലോമീറ്റർ ചുറ്റളവിൽ ജന്തർ മന്ദിറിൽ അവർ ബ്ലോക്ക് ചെയ്തു. അതൊന്നും കുട്ടികളെ ബാധിച്ചില്ല. ജെൻസി കംപ്ലീറ്റ് അവിടെ കൂടി.
അവർ അവിടെ തറയിൽ ഷീറ്റ് വിളിച്ച് കിടന്ന് സമരം ചെയ്തുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും അവർക്ക് ആർക്കും മതമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, സാമ്പത്തിക വലിപ്പ ചെറുപ്പമില്ല, ഉള്ളവനും ഇല്ലാത്തവനൊന്നും സംഭവമില്ല. എല്ലാം ആൺകുട്ടികളും പെൺകുട്ടികളും ടീനേജേഴ്സ് എല്ലാം കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് സമരം ചെയ്തു. ആ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ലഡാക്കുകാരനായ ഗാന്ധിയൻ 59 വയസ്സുകാരൻ സത്യാഗ്രഹം കടന്നത് നമുക്കറിയാം. 26ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം നദ്ദ എന്ന BJP നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ആ സത്യാഗ്രഹം പിൻവലിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടമുണ്ടാകും, ആരോഗ്യസ്ഥിതി അത്ര മോശമായിരുന്നു. പക്ഷേ ജൻസി അല്ലെങ്കിൽ CJP സമരവുമായിട്ട് മുന്നോട്ട് പോയി. ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ആൾക്കാർ പതുക്കെ ജന്തർ മന്ദിറിലേക്ക് സഞ്ചരിക്കുന്ന കാഴ്ച, ആയിരക്കണക്കിന് 10,000കണക്കിന് ടീനേജേഴ്സ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത് മനസ്സിലായി BJP ഗവൺമെൻറ്റിന്. പിടിച്ചാൽ നിൽക്കില്ല. ഇത് പഴയ രാഷ്ട്രീയ രീതിയിലുള്ള ആ ഒരു സംഘടനാപരമായ അവരുടെ തീരുമാനങ്ങളൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചിലവാകില്ല എന്ന്, കുട്ടികളുടെ മുമ്പിൽ നടക്കില്ല എന്ന് മനസ്സിലായി. കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു ദിവസം കൂടെ സമയം ചോദിച്ച് അടുത്ത ദിവസം ആ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന RSS അനുഭാവി രാജിവെച്ച് പുറത്തു പോയി. ഇപ്പോഴ് ഡൽഹിയിൽ നിന്ന് അവർ സമരം പിൻവലിച്ചതായിട്ട് പറഞ്ഞെങ്കിലും ഡൽഹിയിൽ ഇപ്പോഴും CJP പാർട്ടിയുടെ അണികൾ അവിടെ ഉണ്ട്. അവർ പതുക്കെ പിന്മാറുകയുള്ളൂ. സമരമുഖം വീണ്ടും തുറക്കേണ്ട സമയത്ത് തുറക്കും എന്ന് CJPയുടെ നേതാക്കന്മാർ പറഞ്ഞു. അവിടെ ആ അഭിജിത് ദീപയ്ക്ക് അദ്ദേഹത്തിന് ഈ സമരമുഖത്തു നിന്ന് ടൈഫോയിഡ് പിടിച്ചു. അദ്ദേഹം 2 ദിവസം ആ സമരമുഖത്തു നിന്ന് മാറി ട്രീറ്റ്മെൻറ്റിൽ പോയി. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അണികൾ പലരും അവിടുന്ന് പിൻവലിഞ്ഞു പോയില്ല, ഡൽഹിയിൽ തന്നെ ഉണ്ട്. എങ്കിലും പതുക്കെ സമരം പിൻവലിച്ചു എന്ന് പറഞ്ഞതോടുകൂടി പലരും മടങ്ങിത്തുടങ്ങിയതായിട്ടാണ് വരുന്ന വാർത്തകൾ. എന്തായാലും ജൻസിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള അരങ്ങേറ്റം ഇന്ത്യയിലുണ്ടാകും. അത് ചെറുപ്പക്കാരാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരും പഠനമുള്ളവരും ആണ്. പഴയ രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും ഇന്ത്യയിൽ ഇനി ചിലവാകില്ല, ലോകത്ത് ഒരിടത്തും ചിലവാകില്ല. ജൻസിയുടെ മുന്നേറ്റം ലോകരാഷ്ട്രങ്ങളിലെല്ലാം പതുക്കെ വന്നു തുടങ്ങി. പഴയ കാലഘട്ടത്തിലെ രാഷ്ട്രീയപരമായ ചിന്തയൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു പ്രത്യേകത നമ്മൾ കണ്ടത്, ഒരു ഗാന്ധിയൻ അംബേദ്കറേയും ഗാന്ധിയെയും ഊന്നിക്കൊണ്ട് തന്നെയാണ് ആ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് ഇന്ത്യയിൽ ഭാവയുള്ളൂ. വയലൻസാണ് എല്ലാ സ്റ്റേറ്റുകളിലും. രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലും രാഷ്ട്രീയമായ അടിപിടികളും ഒക്കെ നമ്മൾ കാണുന്നു. രാഷ്ട്രീയപരമായ ചിന്തയും ജനാധിപത്യം എന്നൊരു സംഭവമില്ല. ഏകാധിപത്യത്തിലേക്ക് രാജ്യം പതുക്കെ പോകുന്നു. അതിലേക്ക് നീങ്ങുന്ന സന്ദർഭങ്ങളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പലരും വോട്ട് ചെയ്ത് ജയിപ്പിച്ച MPമാരും MLAമാരും പണം കൊടുത്താൽ മറുകണ്ഠം ചാടുന്നത് നമ്മൾ എല്ലാ സ്റ്റേറ്റുകളിലും കണ്ട്. ഇത് കണ്ട് മടുത്തിട്ടാണ് ഇവിടുത്തെ ജൻസിയുടെ ചിന്ത. അവർക്ക് ഇതുപോലെയുള്ള ഈ രാഷ്ട്രീയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് കഴിയും എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതുകൊണ്ട് BJPയുടെ ഒരു കാല്, അവരുടെ കസേരയുടെ ഒരു കാല് ഒടിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി മുന്നോട്ടുള്ള പോക്കത്ര ശുഭകരമല്ല, സുഖകരമല്ല.